ഇനി ഞാനൊരു ലഞ്ചിന് ഞാനത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, എല്ലാവർക്കും അറിയാമായിരിക്കും. അതായത് ഈ മീൻ പീരയില്ലേ, നമ്മൾ സാധാരണ മീൻ പീര ഉണ്ടാക്കുന്നത് നെത്തോലി അല്ല ചാള മത്തിയൊക്കെ വെച്ചിട്ടാണല്ലോ. അപ്പോൾ ഞാനിത് ഇന്ന് ഉണ്ടാക്കുന്നത് നെത്തോലി എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാട്ടോ. കണ്ടോ, ഇത് ഞാൻ ഉപ്പിട്ട് വെച്ചേക്കാണ്. കഴുകി ഒന്നുകൂടി ഉപ്പിട്ടിട്ട് ഇനിയും കഴുകണം. ഇത് തേങ്ങ ഇടുന്നതിന് മുമ്പ് എന്തൊക്കെ സാധനങ്ങൾ, നമ്മൾ ചട്ടിയാണ് നോർമലി. ചെറിയ ഉള്ളി ഒരു 10 എണ്ണം അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ഒരു 3-4 എണ്ണം. ഞാനത് കട്ട് ചെയ്തില്ല, സാരമില്ല, കുഴപ്പമില്ല. ഇത് പച്ചമുളക് 2 എണ്ണം ഇട്ടിട്ടുള്ളൂ. ഓക്കെ, കറിവേപ്പില ഇടണം. ഇനി തേങ്ങ ആഡ് ചെയ്യണം. അതിന് മുമ്പ് ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഇതുണ്ടല്ലോ, ഇത് ഞാൻ വറക്കാൻ എടുത്ത് വെച്ചേക്കാം. അടിയിൽ മസാല കിടപ്പുണ്ട്, ഞാൻ അത് പെരട്ടാപ്പോൾ ഇത് വറക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടെ എടുത്ത് തീരെ പറ്റിക്കാൻ പറ്റത്തില്ല. ഇത് ചെയ്തിട്ട് പെരട്ടിട്ട് മാറ്റി വയ്ക്കണം. നോർമലി നമ്മൾ ഇടുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇടും, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ദെൻ ഉപ്പ്. ഇനി നമുക്ക് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും എന്താണ് ഇട്ടത്, തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ചേ ഞാൻ എടുത്തുള്ളൂ, അതുകൊണ്ട് തേങ്ങ ഇത്ര മതിയാവും. ഓക്കെ, ഇതിൻ്റെ കൂടെ നമ്മൾ കുടംപുളി ഞാൻ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് മീനൊക്കെ ഇട്ട് നല്ലതായിട്ട് ഞെവിടണം കേട്ടോ. ഞെവിടുക എന്ന് പറയാൻ നമ്മളിങ്ങനെ തിരുമണം. അപ്പം തന്നെ ഇത് മണം വരും. ഇതിൻ്റെ കറിവേപ്പിലയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയുടെയൊക്കെ. ഇപ്പം ഞാനാണെങ്കിൽ അതിനകത്ത് ഉപ്പും പിന്നെ വെളിച്ചെണ്ണയും ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മീനും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കത്തിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കത്തിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഓക്കെ, തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പുളി ഇട്ടിരുന്നു, അത് ഇട്ടിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതിൻ്റെ വെള്ളം. എനിക്ക് കുറച്ച് വെള്ളം വേണം ഇതിനകത്ത്. അപ്പം നമ്മളുടെ മീൻ പീര റെഡി ആയിട്ടുണ്ട്. ഒരു മിനിറ്റ് ലൈറ്റ് ഇട്ട്. ഓക്കെ, നമ്മുടെ മീൻ പീര റെഡി ആയിട്ടുണ്ട്. ഓക്കെ, കളർ കാണാൻ പറ്റാത്ത ഇടോ, കളറുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളമുണ്ട്. എനിക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ വേണം. ഇതിങ്ങനെ അടച്ച് വയ്ക്കുക. ഓക്കെ, കഴിക്കാറാകുമ്പോൾ എടുത്താൽ മതി. അത് ഓൾറെഡി വെളിച്ചെണ്ണയൊക്കെ നമ്മൾ മിക്സ് ചെയ്താൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. ഇവിടുത്തെ വെളിച്ചെണ്ണ എടുക്കാൻ ഭയങ്കര പണിയാണ്. ഇത് കണ്ടോ, കട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ്. ഓൾറെഡി ഇട്ടിട്ടുണ്ടേ.